വിവാദമായ വഖഫ് ബിൽ പാർലമെന്റിന്റെ ഈ നടപ്പ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാനിടയില്ല എന്ന് സൂചന. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് ശക്തമായ സാഹചര്യത്തിൽ കരുതലോടെ നീങ്ങാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. അതേസമയം ബില്ലിനെ സംബന്ധിച്ച വാദപ്രതിവാദങ്ങളൊക്കെ ഇപ്പോഴും തുടരുകയാണ്. JPC ചെയർമാൻ ജഗദംബിക പാൽ വഖഫ് ഭേദഗതി ബില്ലിനെക്കുറിച്ചുള്ള അന്തിമ റിപ്പോർട്ട് വ്യാഴാഴ്ച ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് സമർപ്പിച്ചിരുന്നു. ഡൽഹി തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർമാർക്ക് ഒരു സന്ദേശം നൽകുന്നതിനായി ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരുമെന്നായിരുന്നു പലരും കണക്കുകൂട്ടിയത്. എന്നാൽ റിപ്പോർട്ട് ബജറ്റ് സമ്മേളന കാലത്ത് സഭയിൽ അവതരിപ്പിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. സംയുക്ത പാർലമെന്ററി കമ്മിറ്റി പാസാക്കിയ ബിൽ കഴിഞ്ഞ തിങ്കളാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ അത് അകാരണമായി മാറ്റിവെച്ചു. ബിൽ നടപ്പിലാക്കുമ്പോൾ പാവപ്പെട്ട മുസ്ലിങ്ങൾക്കും വിധവകൾക്കും ഗുണം ലഭിക്കുമെന്നാണ് JPC ചെയർമാൻ ജഗദംബിക പാൽ അവകാശപ്പെടുന്നത്. ബിൽ നിലവിലെ രൂപത്തിൽ അവതരിപ്പിക്കുന്നതിനെതിരെ പല പാർട്ടികളും പക്ഷേ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബിൽ മുഴുവൻ മുസ്ലിം സമൂഹവും നിരസിച്ചുവെന്നും സാമൂഹിക അസ്ഥിരതയ്ക്ക് കാരണമാകുമെന്നും AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി വ്യക്തമാക്കി. ഒവൈസി തന്നെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ ഭാഗമായിരുന്നുവെന്നും യോഗങ്ങളിൽ പങ്കെടുത്തുവെന്നും ഭേദഗതി വോട്ടിംഗിലൂടെയാണ് പാസ്സായതെന്നും ജഗദംബിക പാൽ വിശദീകരിക്കുന്നു. JPCക്ക് സമർപ്പിച്ച വിയോജനക്കുറിപ്പുകളിൽ നിന്ന് പ്രധാന ഭാഗങ്ങൾ നീക്കം ചെയ്തതിൽ പ്രതിപക്ഷ MPമാരായ കല്യാൺ ബാനർജി, മുഹമ്മദ് നദീമുൽ ഹഖ് എന്നിവർ സ്പീക്കർ ഓം ബിർളയ്ക്ക് പരാതി നൽകി. 428 പേജുള്ള റിപ്പോർട്ടിൽ ഒവൈസി സമർപ്പിച്ച 229 പേജുള്ള വിയോജനക്കുറിപ്പ് എങ്ങനെ മുഴുവനായും ഉൾക്കൊള്ളിക്കാനാകുമെന്നാണ് മറുപക്ഷം ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, News 18. ഇന്നത്തെ ദിവസം